170 ഏക്കർ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാളിയെ പരിചയപ്പെടുകയാണ്. അമേരിക്കയിലായിരുന്നു, ആ ജോലിയൊക്കെ എല്ലാം നിർത്തി ഈ പ്രോപ്പർട്ടി നോക്കാനായിട്ട് വന്നതാണ്. നമ്മൾ ഈ പുതിയ വർഗ്ഗങ്ങൾ ട്രൈ ചെയ്യുമ്പം എപ്പോഴും ഒരു പൈലറ്റ് പ്ലാന്റിങ് നമ്മൾ നടത്തും. നമുക്കിതൊരു 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്താൽ എന്ത് ഇൻകം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? വർഷത്തെ ക്രോപ്പ് നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്ത് കൊടുക്കാൻ പോലെ ക്രോപ്പ് തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മിനിമം ഒരു 200 റുപ്പീസ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനുള്ളത് തമിഴ്നാട്ടിലാണ്. കോമ്പൈ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ 170 ഏക്കർ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാളിയെ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ഈ റീജിയൻ്റേതായിട്ടുള്ള പല കൃഷികളുണ്ട്. അതോടൊപ്പം നമുക്ക് കേരളത്തിലും അനുകരിക്കാവുന്ന ചില മോഡലുകളിലൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ വർക്കി ജോർജ്. ഈ ഷോയിലേക്ക് സ്വാഗതം. സമയം തന്നതിന് വളരെ നന്ദി. അപ്പോൾ ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ താങ്കളെ? എൻ്റെ പേര് വർക്കി ജോർജ്. ഞാൻ ഈ കൃഷിയിലോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2011 മുതൽ ഞാൻ ഈ കൃഷി ചെയ്യുന്നു. 2011 ഞാനൊരു എൻജിനീയറാണ് ബൈ പ്രൊഫഷൻ. 2011 അമേരിക്കയിലായിരുന്നു, ആ ജോലിയൊക്കെ എല്ലാം നിർത്തി ഈ പ്രോപ്പർട്ടി നോക്കാനായിട്ട് വന്നതാണ്. 2011 തൊട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുണ്ട് നമുക്ക്. അപ്പോൾ അന്ന് തൊട്ട് പല പുതിയ പുതിയ കൃഷി വർഗ്ഗങ്ങളാണെങ്കിലും കൃഷി ചെയ്ത് വരുന്നു. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഈ മൊത്തം സ്ഥലത്ത് ചെയ്തിരിക്കുന്നത്? ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് ആണ് കൂടുതലും. ഒത്തിരി ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിലും അനുയോജ്യമായ കുറച്ച് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഉണ്ട്. അതിലോട്ട് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഇപ്പം കേരളത്തിൽ പറ്റാതെ അല്ലെങ്കിൽ കേരളത്തിലോട്ട് അത്ര അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ അൽഫോൻസോ മാവുണ്ട്, സപ്പോട്ട ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഗ്രേപ്സ് ഒത്തിരി ഉണ്ട്. ഗ്രേപ്സ് പക്ഷേ കേരളത്തിൽ തീരെ പറ്റുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിൽ പറ്റുന്ന കാര്യങ്ങൾ ഈ ലോങ് ആൻഡ് ഇപ്പോൾ കാണുന്ന ഈ ചുറ്റുവട്ടം കാണുന്ന ലോങ് ആൻ ഉണ്ട്. ഇവിടെ കുറച്ച് അവക്കാഡോസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബംബ്ലിമൂസ് വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ മേയർ ലെമൺ, നാരങ്ങയല്ല, മേയർ ലെമൺ എന്ന് പറഞ്ഞാൽ ലെമൺ വെറൈറ്റി പെട്ട സാധനം. അതായത് വിദേശത്ത് നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ലെമൺ എന്ന് പറയുന്ന വലിപ്പമുള്ള സിട്രസ് ഇനത്തിൽപ്പെട്ടത്. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ഇച്ചിരി അധികം ഉണ്ട് ഇവിടെ. പാഷൻ ഫ്രൂട്ടിൻ്റെ നമ്മുടെ കേരളത്തിലെ ഒരു ഡിമാൻഡ് വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ടാണ് അത് അധികം പാഷൻ ഫ്രൂട്ട് ചെയ്യാൻ കാരണം. ആദ്യമേ ആ പാഷൻ ഫ്രൂട്ട് പന്തൽ മുഴുവൻ ഗ്രേപ്സ് ആയിരുന്നു. ഗ്രേപ്സ് പതുക്കെ മാറ്റി ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിലോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതൊരു വലിയ കൃഷിസ്ഥലമാണ്. ഇവിടെ അനേകം കൃഷികൾ നടത്തുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതുമായ പല കൃഷികളും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഒറ്റയടിക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ പറയുക. അതും പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലോങ്ങൻ കൃഷി ചെയ്തിരിക്കുന്ന ഒരു തോട്ടത്തിലാണ്. അപ്പോൾ ഈ ലോങ്ങനെ പറ്റി ഒന്ന് കൂടുതലായിട്ടൊന്ന് പറയാമോ? ഇത് എത്ര വർഷമായി ഇത് നട്ടിട്ട്? ഈ ലോങ്ങൻ എന്ന് പറയുന്നത് ലിച്ചി ഫാമിലിയിൽപ്പെട്ട ഒരു ഐറ്റമാണ് ലോങ്ങൻ. ലിച്ചി പക്ഷേ കോൾഡ് ടെമ്പറേച്ചേഴ്സിൽ ഉണ്ടാവുള്ളൂ. ചിൽ സ്ട്രെസ് എന്ന് പറയും. ലിച്ചി പൂക്കണമെങ്കിൽ ചിൽ സ്ട്രെസ് കൊടുക്കണം. ഈ ചിൽ സ്ട്രെസ് വേണ്ടാത്ത ലിച്ചി ഫാമിലിയിൽപ്പെട്ട ഒരു വർഗ്ഗമാണ് ഈ ലോങ്ങൻ. ഈ മൈനർ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിൽ വിപണി നോക്കുവാണെങ്കിൽ നമ്പർ 1 പൈനാപ്പിൾ ആണ്. നമ്പർ 2 ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ലോങ്ങനാണ്. ഡൂറിയാനല്ല. ഡൂറിയാന്റെ കണക്ക് കയറി വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്പർ 2 ലോങ്ങനാണ്. ഡൂറിയാൻ ഇസ് ക്ലോസ്ലി കാച്ചിങ് അപ്പ്. അപ്പോൾ ഇതാണ് ലോങ്ങാൻ എന്ന് പറഞ്ഞ ഐറ്റം. ഇത് നമ്മളിപ്പം നട്ടത് 2020 നട്ടതാണ്, പ്ലാന്റ് ചെയ്തതാണ്. ഇപ്പം 3-ാം വർഷമായിട്ടുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു ഈൽഡ് ഉണ്ട്. നമ്മൾ തൈ വാങ്ങിച്ചത് ഹോബി നഴ്സറിയിൽ നിന്നാണ്. ഇതിൻ്റെ വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലഷി ആയിരിക്കും. പിന്നെ സൈസും കൂടുതൽ കാണും. അതൊക്കെ നോക്കി വാങ്ങിച്ച് നട്ടതാണ്. അപ്പോൾ ഈ ലോങ്ങൻ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് എന്തോരം ഏരിയയിലാണ് ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്? ഇപ്പം നമുക്കൊരു 3 ഏക്കർ 4 ഏക്കറേ ലോങ്ങനുള്ളൂ. ഇത് നമ്മൾ ഈ പുതിയ വർഗ്ഗങ്ങൾ ട്രൈ ചെയ്യുമ്പം എപ്പോഴും ഒരു പൈലറ്റ് പ്ലാന്റിങ് നമ്മൾ നടത്തും. അതായത് ഈ കാലാവസ്ഥയ്ക്ക് എങ്ങനെ വരുന്നു, പെസ്റ്റ് ആൻഡ് ഡിസീസസ് അധികമായിട്ടുണ്ടോ, അതെല്ലാം നോക്കാൻ വേണ്ടി ഒരു പൈലറ്റ് പ്ലാന്റിങ് നടത്തും. പൈലറ്റ് പ്ലാന്റിങ് നടത്തുമ്പോൾ നമ്മൾ ഒരു വെറൈറ്റി മാത്രമല്ല
നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അവക്കാഡോ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പ്ലാവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഒരു പൈലറ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3-4 വർഷം പോക്കാണ്. അപ്പോൾ ഏതൊക്കെയാണ് നല്ലതായിട്ട് വരുന്നത് നോക്കിയിട്ട് വേണം അടുത്തതിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 വെറൈറ്റി, ഇപ്പോൾ ലോങ് ആൻഡ് അവക്കാഡോയുടെ തന്നെ പല വെറൈറ്റി വെച്ച് നോക്കിയായിരുന്നു. അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഒരു 2-3 വെറൈറ്റിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് സാധാരണ 3-ാം വർഷം തൊട്ട് കായ്ച്ചു തുടങ്ങുന്നതാണ് അല്ലേ? അതെ, ആണ്. ഇത് എന്ത് അകലത്തിലാണ്? ഇത് 40 ഫീറ്റ് ആണോ ഇത്? ആക്ച്വലി ഇത് വെച്ചിരിക്കുന്നത് 30 by 30 ഫീറ്റ് ആണ്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ വിഗറസ് ഗ്രോത്ത് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ 40 by 40 സ്പേസിങ് കൊടുത്ത് വെച്ചത്. പക്ഷേ തമിഴ്നാട്ടിൽ ഈ ക്ലൈമറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൻ്റെ അത്രയും വിഗർ ഇവിടെ കുറവാണ്. പക്ഷേ വിഗർ കുറവാണെങ്കിലും ഫ്രൂട്ട്ഫുൾനെസ് കൂടുതലാണ്. ശരി, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെയാണ് ഈ പൈലറ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഈ പൈലറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത്രയും സ്പേസിങ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അടുത്ത എക്സ്പാൻഡഡ് പ്ലാന്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ഇടയ്ക്കൂടെ ഓരോന്നും കൂടെ കൊടുക്കാം. അപ്പം ഇത് ഇപ്പോൾ 35 എന്നുള്ളത് ചിലപ്പോൾ 15 by 15 ആക്കും, അല്ലെങ്കിൽ 15 by 30 ആക്കും. ഒരു ട്രാക്ടർ ഇടാനായിട്ടൊരു സ്ഥലം കൂടെ കൊടുത്തിട്ട് അങ്ങനെ പലതും നമ്മൾ വ്യത്യാസം വരുത്തുന്നത് ഈ പൈലറ്റിൽ. മനസ്സിലായി. ഇത് ഇനി എൻ്റെ ഒരു അടുത്ത സംശയം, ഇതിന് രോഗങ്ങൾ എങ്ങനെയുണ്ട്? കുറച്ച് രോഗപ്രതിരോധം കുറവാണോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ ലോങ് ആൻഡ് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ലോങ് ആൻഡ് ഒരുമാതിരി എല്ലാ ഓൾട്ടിറ്റ്യൂഡിലും വരും, അതുപോലെ തന്നെ ഒരുമാതിരി എല്ലാ ടെമ്പറേച്ചർ സ്കെയിലിലും വരും. അതുകൊണ്ട് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ഇച്ചിരി ഹയർ എലിവേഷനിൽ പോയാലും ലോവർ എലിവേഷനിൽ പോയാലും എല്ലാം ഈ ലോങ് ആം വരുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ ഒരു അതർ സൈഡ് എന്താണെന്ന് വെച്ചാൽ ഈ ലോങ് ആൻഡ് മഴ കൂടുമ്പം ചില അസുഖങ്ങൾ കൂടാറുണ്ട്. ഇപ്പം നാട്ടിലെ ലോങ് ആൻഡിന് ഞാൻ പല സ്ഥലത്തായിട്ട് കണ്ടിരിക്കുന്നത് ഈ ഡൈബാക്ക് എന്ന് പറഞ്ഞൊരു അസുഖം വരും. അല്ല, കരിഞ്ഞു പോകുന്ന, അതായത് ഈ ബ്രാഞ്ച് ഡൈബാക്ക് ചെയ്യും. ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഫംഗൽ അസുഖങ്ങളാണ് മഴ കൂടുമ്പോൾ വരുന്നത്. അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടത്തെക്കാളും ഈൽഡ് കേരളത്തിൽ കിട്ടുമോ എന്ന് ചിലപ്പം കിട്ടുമായിരിക്കാം. പക്ഷേ ഇത് ഇച്ചിരി ഡിസീസ് കൂടുതലാണ്. ഇനി എനിക്കൊരു സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മാർക്കറ്റ് എങ്ങനെയാണ്? ഇതിനൊരു വില കാര്യങ്ങളൊക്കെ? അപ്പം നമ്മളിപ്പം കേരളത്തിൽ കൂടെ പോവുകയാണെങ്കിൽ ഇപ്പം ഈ റോഡ് സൈഡ് മാർക്കറ്റ്സിൽ വരെ ഇത് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം കാസർഗോഡിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോഴിക്കോട് എടുക്കാറായപ്പോൾ ഇതെല്ലാം റോഡ് സൈഡിൽ നിന്ന് വിൽക്കുമായിരുന്നു. ലോങ് വിൽക്കും. അതെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വാങ്ങിച്ചപ്പോൾ റോഡ് സൈഡിലത്തെ വില തന്നെ ഒരു 300-350 ഞങ്ങൾ വാങ്ങിച്ചത് 1 കിലോ. അതുപോലെ തന്നെ ലുലുവിൽ ചെന്ന് കഴിഞ്ഞാലും ഇപ്പം പലയിടത്തും ഇത് നല്ല പോപ്പുലറായി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 350 ഒക്കെയാണ് ലുലുവിൽ വിൽക്കുന്ന ഒരു വില ഇതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു കുറച്ച് ഫാം ഗേറ്റ് വരുമ്പോൾ അതിൻ്റെതായ കുറവ് വരും, ബാക്കിയെല്ലാം വരുമ്പോഴത്തേക്കും ഇപ്പോൾ നല്ലൊരു വില പ്രതീക്ഷിക്കുന്നു. എന്നാലും നമ്മളൊരു ലോവർ സൈഡിൽ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ റിസ്ക് കുറച്ച് നമുക്ക് അല്ലേ ഒരു 10-100 രൂപയൊക്കെ എന്തായാലും 100 അല്ല, ഒരു ബിറ്റ്വീൻ ഒരു 200 റേഞ്ചിലൊക്കെ 200 to 250 റേഞ്ചിൽ കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം, നല്ലതായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കൃഷി ചെയ്തിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയാണ്, എല്ലാം ഒരു ബെഡുകൾ അല്പം പൊക്കി റെഡിയാക്കിയിട്ടാണ് നട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഈ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് പല കാര്യങ്ങൾ ട്രാവൽ ചെയ്തപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഇസ്രായേലിൽ പോകാൻ വഴിയുണ്ടായി. അപ്പോൾ ഇസ്രായേലിൽ പോയപ്പോൾ അവരെല്ലാം ഈ റേസ് പ്ലാറ്റ്ഫോമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് റേസ് പ്ലാറ്റ്ഫോം ആക്കിയത്. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മണ്ണിട്ട് കൂനയായിട്ട് റേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ മരം മോളി നട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേരും എയറുമായിട്ട് നല്ല എയറേഷൻ കിട്ടും മണ്ണിനകത്ത്. ഈ എയറേഷൻ കിട്ടുമ്പം ഈ മരത്തിന് വേണ്ടത് വെള്ളവും വേണം, ഓക്സിജനും വേണം വേരിനകത്തൂടെ. അതെന്നാലേ നല്ല മരം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഓക്സിജൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ റേസ് പ്ലാറ്റ്ഫോമിലാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ പ്രൊഫൈല്, അതായത് ഈ വെള്ളം വിടുന്ന പ്രൊഫൈല്, ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് നമ്മളൊരു പ്രൊഫൈൽ എടുത്ത് നോക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഈ റേസ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ എല്ലായിടത്തും ചെല്ലും. ശരി. നമ്മളിപ്പോൾ നിലത്താൻ നടുന്നതിനേക്കാളും നല്ലത് വെള്ളം മുകളിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഈ മൗണ്ടിൻ്റെ എല്ലാ സൈഡിലോട്ടും വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ഔട്ടായിട്ട് വരും. അപ്പോൾ റൂട്ട് ഫോർമേഷൻ നല്ലതായിട്ടിരിക്കും. അതുകൊണ്ടാണ് റേസ് ചെയ്തത്. മൈക്രോ സ്പ്രിങ്ക്ലർ ഇറിഗേഷനാണ്. അപ്പോൾ ഈ ഇറിഗേഷൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ഈ മൈക്രോ സ്പ്രിങ്ക്ലർ ഓൺ ആക്കുമ്പോൾ നമ്മളൊരു ഏരിയ മുഴുവൻ നനഞ്ഞു കിട്ടും. സർഫസ് റൂട്ട്സ് ഫോർമേഷനൊക്കെ ഇത് നല്ലതാണ്. പക്ഷേ നമ്മൾ ചെടി വളരെ ചെറുതായിരിക്കുമ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം വേസ്റ്റ് ചെയ്യും. കാരണം വെച്ചാൽ റൂട്ട് സോൺ ഇത്ര ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോട്ടിലെടുത്ത് ഇതിന് മുകളിൽ കൂടെ ഇട്ടിട്ട് ഈ തടം നമ്മളത് ക്ലിയർ ചെയ്തിടും. അപ്പോൾ ഇതിനകത്തൂടെ വരുന്ന വെള്ളം ഈ ബോട്ടിലെ തട്ടി ഇങ്ങനെ വീണ് ഈ തടത്തിൽ കൂടെ പോകും. ഇത് റേസ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഈ മൈക്രോ സ്പ്രിങ്ക്ലർ ഒഴിവാക്കി ഇവിടെ ഒരു ചെറിയ ടാപ്പ് ഇട്ടാലും കുഴപ്പമില്ല. അതില്ലെങ്കിൽ നമുക്ക് ചുറ്റും
കറക്കി നമുക്കൊരു ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്താലും കുഴപ്പമില്ല, ചുറ്റും എങ്ങനെ വന്നാലും ഇതിപ്പം അനുയോജ്യമാണ്. അപ്പം നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ എത്ര പ്രാവശ്യം നനയ്ക്കുന്നത്? മീൻസ് എല്ലാ ദിവസവും ആണോ? അതായത് നമുക്കിവിടെ ടെൻസിയോമീറ്റർ ഉണ്ട്, വെള്ളത്തിന്റെ അളവ് നോക്കുന്നത്. നമ്മൾ ഒത്തിരി വെള്ളം കൂടുതൽ കൊടുത്താൽ നമ്മളിത് വേര് ചെയ്യല് അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും. അപ്പോൾ ഞാൻ അവിടെ ടെൻസിയോമീറ്റർ കാണിച്ചു തരാം. അപ്പോൾ ടെൻസിയോമീറ്റർ നോക്കി അതിനകത്ത് കറക്റ്റ് വെള്ളം കൊടുക്കാറാകുമ്പോൾ മാത്രമേ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ തന്നെ ഓവർകാസ്റ്റ് ആണെങ്കിൽ ഇതിനകത്തൊന്നും വെള്ളം ഒന്നും ഇവാപ്പറേറ്റ് ചെയ്ത് പോകത്തില്ല. ഇപ്പോൾ നമുക്ക് മുകളിൽ നോക്കുകയാണെങ്കിൽ ക്ലൗഡ് ഫോർമേഷൻ ഉണ്ട്, ഓവർകാസ്റ്റ് ആണ്. പക്ഷേ നല്ല വെയിലാണെങ്കിൽ ചിലപ്പോൾ എല്ലാ ദിവസവും കൊടുക്കേണ്ടി വരും. നല്ല വെയിലില്ല, ഇതുപോലെ ക്ലൗഡി ആയിട്ടാണ് നിൽക്കുന്നെങ്കിൽ ചിലപ്പോൾ 4 ദിവസം കൂടുമ്പോൾ 5 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം കൊടുത്താൽ മതി. നമ്മൾ പഠിച്ചിട്ട് ആവശ്യത്തിന് മാത്രം കൊടുക്കുക. ചുമ്മാ കൊടുത്തു കഴിയുമ്പോൾ റൂട്ട് ഡിസീസസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇതിന്റെ നമ്മൾ സാധാരണ കൊടുക്കുന്ന വളങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അതായത് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ നേരം നല്ല അടിവളം കൊടുത്തിട്ടാണ് പ്ലാന്റ് ചെയ്യുന്നത്. സാധാരണ എന്താ കൊടുക്കുക? ഓർഗാനിക് മെറ്റീരിയൽ കൊടുക്കും, ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസർ കൊടുക്കും. ഇവിടുത്തെ ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, SSP എന്ന് പറഞ്ഞ സാധനമാണ്. അത് കൂടാതെ ചാണകം നല്ലതായിട്ട് കൊടുക്കും. പിന്നെ ഇവിടുത്തെ pH എന്ന് പറയുന്നത് 7 മുകളിലാണ്. ആണോ? അപ്പോൾ ഇച്ചിരി മുകളിലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും 7ന്റെ താഴെ നിൽക്കുന്ന ഏറ്റവും നല്ല pH എന്ന് പറയുന്നത് 6.5 ആണ്. അപ്പോൾ അത് ഇച്ചിരി കുറയ്ക്കാനായിട്ട് കുറച്ച് ജിപ്സമും കൂടെ ഇട്ട് ആണ് പ്ലാന്റ് ചെയ്യുന്നത്. പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം വെജിറ്റേറ്റീവ് ഗ്രോത്ത്, അതായത് ആദ്യത്തെ 2 വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഉണ്ടാക്കണം. വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂട്ടാനായിട്ട് നൈട്രജൻ കൂടുതലുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കും, ഫോസ്ഫറസും പൊട്ടാഷ്യം കുറച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ സമയമാകുമ്പോഴത്തേക്കും ഫോസ്ഫറസ് ഫെർട്ടിലൈസേഴ്സ് കൂട്ടും. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ് പിഞ്ച് പിടിച്ച് ഈ സൈസ് വെക്കാനായിട്ട് പൊട്ടാഷ്യം ഫെർട്ടിലൈസേഴ്സ് കൂട്ടും, അലോങ് വിത്ത് മൈക്രോ ന്യൂട്രിയൻസ്. ശരി ശരി. അത് സ്പ്രേ ചെയ്യാറുണ്ടോ അതോ എല്ലാ അടിയിൽ തന്നെയാണോ? രണ്ടും ചെയ്യും. അതായത് നമ്മൾ കുറച്ച് മാസത്തിലൊന്ന് നമ്മൾ താഴെ അടിവളം കൊടുക്കും, കുറച്ച് അധികം കൊടുക്കത്തില്ല. നമ്മൾ ഈ റബ്ബറിനിടുന്ന പോലെ 1 കിലോ 2 കിലോ ഒന്നല്ല ഇടുന്നത്. ഞാൻ പറയുന്നത് ഒരു 100 grams 200 grams എല്ലാ മാസവും കുറച്ചായിട്ട് അടി കൊടുക്കും. അതുപോലെ തന്നെ ഒരു 2 weeks കൂടുമ്പം ഫെർട്ടിലൈസർ സ്പ്രേസ്, ഫോളിയർ സ്പ്രേസ് കൊടുക്കും. എന്നാലേ ആ കറക്റ്റ് സൈസും നല്ല ഷൈനിങ് ഒക്കെ വരത്തുള്ളൂ. മൈക്രോ ന്യൂട്രിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കാൽഷ്യം, സിങ്ക്, ബോറോൺ അതൊക്കെ ആ ഫ്രൂട്ട് സെറ്റ് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് ഫോർമേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ക്രാക്കിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ നമ്മൾ ഈ റംബുട്ടാനാണ് നമുക്ക് കേരളത്തിലൊക്കെ കുറച്ചുകൂടെ പരിചയമായിട്ടുള്ളൊരു കൃഷിയുള്ളൂ. അപ്പോൾ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണോ? ഇതിന് ഈ പ്രൂണിംഗ് ഒക്കെ ആവശ്യമുണ്ടോ? പറിച്ചു കഴിഞ്ഞിട്ട് റംബുട്ടാൻ കട്ട് ചെയ്യുന്ന പോലെ ഇറക്കി കട്ട് ചെയ്യുക? തീർച്ചയായിട്ടും. ഈ റംബുട്ടാനും ഇതും നോക്കുവാണെങ്കിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതും ഈ ഓരോ ഷൂട്ട്സിൻ്റെ അറ്റത്താണ് ഫ്രൂട്ട് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ ഇത് പറിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ടല്ല പറിക്കുന്നത്, ഇത് മൊത്തം ഒറ്റയടിക്ക് പഴുക്കും. പഴുത്തില്ലെങ്കിൽ ഒറ്റയടിക്ക് പഴുക്കാൻ വെച്ചിട്ട് നമ്മൾ ഇച്ചിരി കയറ്റി ഇവിടെ വെച്ചാണ് നമ്മളിത് പ്രൂൺ ചെയ്ത് എടുക്കുന്നത്. അതായത് ഹാർവെസ്റ്റും പ്രൂണിങ് ഒരുമിച്ചാണ്. മനസ്സിലായി. അപ്പോൾ വീണ്ടും ഇവിടുന്ന് പുതിയ ബ്രാഞ്ച് അവിടെ വീണ്ടും അടുത്ത വർഷം കഴിക്കും. ഓക്കെ ഓക്കെ. കാരണം ഈ ആളുകളോട് ഈ പ്രൂണിങ്ങിൻ്റെ കാര്യം പറയും ഭയങ്കര വിഷമം ആൾക്കാർക്ക് മുറിച്ച് കളയാനായിട്ട്. പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. റംബുട്ടാനാണെങ്കിലും ലോങ്ങനാണെങ്കിലും അല്ലേ, പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പ്രൂണിങ് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഷൂട്ട്സ് നമ്മൾ ഈ താഴോട്ട് ഷൂട്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ തന്നെ ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ സപ്പോർട്ട് കൊടുത്തിരിക്കുക ഓരോ ഏകരത്തിനും താഴെ മുട്ടാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ താഴെ മുട്ടിക്കിടക്കുന്ന ബ്രാഞ്ചസ് ഒക്കെ പ്രൂൺ ചെയ്ത് കളയും, കട്ട് ചെയ്ത് അതിൻ്റെ ഇച്ചിരി മുമ്പിലോട്ട് പൊക്കി വിടും. എന്നാലേ നമുക്ക് അടുത്ത സീസണിൽ വരുമ്പോഴത്തേക്കും അടുത്ത ബ്രാഞ്ച് മുകളിൽ നിന്ന് വരും. എന്നിട്ട് തൂകിയാലും ഒരു ഇത്ര വരെ കിടക്കും. ഇത് നമ്മൾ റംബൂട്ടാൻ ചെയ്യുന്ന പോലെ തന്നെ നെറ്റ് ഇടുമായിരിക്കുമല്ലോ അല്ലേ? അതെ, നെറ്റിട്ട ഒരു മരം ഉണ്ട്, വേണമെങ്കിൽ നമുക്കത് ഓരോ മരവും നെറ്റിടുക. ഏറ്റവും ലാസ്റ്റ് മാസമാണ് ഏറ്റവും കൂടുതൽ കിളി കൊത്തുന്നത്. ആ സമയം നോക്കി നെറ്റിടുക. അതാണ്, ചെടി എന്തോരം ചെറുതാവുന്നോ അത്രയും നമുക്ക് നെറ്റിടാനും ഹാർവെസ്റ്റ് ചെയ്യാനും എളുപ്പമാണ്. അതെ. ഇത് ഒരു 10 അടി മാക്സിമം 10 അടിക്കേ വിടുകയുള്ളൂ. 10 അടി കഴിയുമ്പോൾ ടോപ്പ് ചെയ്യും. പ്രേക്ഷകർ ദയവായി ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് കേട്ടോ, ഈ ചെടി ഇവർ ഉദ്ദേശിക്കുന്ന മാക്സിമം 10 അടി ഹൈറ്റ് ആണ് അല്ലേ? പൂർണ്ണ വളർച്ച എത്തിയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അതിന് മുകളിൽ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ കാരണം ഈ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള എളുപ്പമാണ്. അതിനാണ് പ്രൂണിങ്ങിൻ്റെ റോൾ അവിടെയാണ് വരുന്നത്. 10 അടി വിട്ടാലും വിചാരിക്കും ഇതിനുള്ള ഈൽഡ് കുറയല്ലേ. പക്ഷേ നമ്മൾ നമ്പർ ഓഫ് പ്ലാന്റ്സ് അതിനനുസരിച്ച് എണ്ണം കൂട്ടും. അതാണ് ഏറ്റവും നല്ലത്. അതാണ്. അപ്പോൾ വേണേൽ നമുക്ക് ഈ ഇടയ്ക്കൂടെ ഇനി ഓരോന്നും കൂടെ വെച്ച് കൊടുക്കാനുള്ള സ്പേസ്. ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിരുന്നു. അതിന്റെ അനുഭവത്തിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുന്നത്.
അപ്പോൾ ഇത് നെറ്റിട്ട് നിങ്ങൾ തന്നെ നെറ്റ് ഇടുന്നു അല്ലേ? അതെ. നിങ്ങൾ തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ തന്നെ പാക്ക് ചെയ്യുന്നു, നമ്മൾ തന്നെ വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ വേറെ ഇടനിലക്കാരൊന്നുമില്ല, നേരെ ഇത് ചെയ്യുന്നു അല്ലേ? ഏറ്റവും നല്ലത് അതാണ്. ഓരോ ഇടനിലക്കാർ വരുമ്പോഴും അതിൻ്റെതായ അവരൊരു കട്ടെടുത്തിട്ടേ നമുക്ക് വരുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് മാക്സിമം എന്തോരം പ്രിപ്പയർ ചെയ്യാവോ മാർക്കറ്റിൽ അത്രയും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഒരു സംശയം, ഇനി ഇതിൻ്റെ ഒരു എക്കണോമിക്സ് ആണ് അറിയേണ്ടത്. നമുക്കിതൊരു ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്താൽ എന്ത് ഇൻകം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെർ ട്രീ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു റഫ് അസംപ്ഷൻ പറയാമോ? നമുക്ക് ഇപ്പം ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഹാർവെസ്റ്റ് ആണിത്. ഈ ഹാർവെസ്റ്റ് കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു എത്ര കിട്ടുമെന്നുള്ളത് എനിക്ക് കറക്റ്റ് പറയായിരുന്നു. പക്ഷേ ലിറ്ററേച്ചറിൽ ഇൻ്റർനെറ്റിലൊക്കെ അവർ എഴുതിയിരിക്കുന്ന ഒരു ഫുൾ മെച്യൂർ മരത്തേന്ന് 150 to 200 കിലോസ് എടുക്കുമെന്ന് അവർ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ തേർഡ് ഇയർ ആയിട്ടുള്ളൂ. ഫുള്ളി മെച്യൂർ ആകാനായിട്ട് 6 to 7 years ആണ് എടുക്കുന്നത്. ഈ തേർഡ് ഇയർ ആയ മരത്തേന്ന് ഐ കൻ ഈസിലി എക്സ്പെക്ട് നല്ലതായിട്ട് കായ്ച്ചിരിക്കുന്ന ഒരു മരത്തേന് 30 to 40 കിലോസ് ഉണ്ട്. കാരണം ഇതിനിയും തൂക്കം വെക്കാനുണ്ട്. ഈ ഓരോ കൊലയും ഒരു 1/2 കിലോ എങ്കിലും വരും, ഉറപ്പായിട്ടും വരും. അപ്പം ഇതൊരു ചെറിയ മരമാണ്. ഇതുപോലെ തന്നെ ഇച്ചിരി ആവറേജ് മരമല്ല, ഇത് ആവറേജിലും ചെറുതാണ്. ഒരു 30 to 40 കിലോസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 30 to 40 കിലോസിനും മിനിമം ഒരു 200 rupees കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ടെല്ലാം ചെയ്യുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരുമിച്ച് ബൾക്കായിട്ട് സെല് ചെയ്യാൻ പറ്റും. വലയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേറെ ആരെങ്കിലും വലയിരുന്നെങ്കിൽ അതിൻ്റെതായ എല്ലാം കുറയും. നമ്മളിത് തന്നെ ഇത് 200 rupees per kilo എങ്കിലും കിട്ടുമെന്നാണ്. അപ്പോൾ ഈ മരത്തെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു 30 into 200 kilos എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ഒരു 6000 രൂപയുടെ സാധനം പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് ഇവിടെ കുറച്ചുകൂടെ നാട്ടിലേക്കാളും മാർക്കറ്റിംഗ് എളുപ്പമാണെന്ന് തോന്നുന്നു. കാരണം ചെന്നൈ ഇത്ര അടുത്ത് കിടപ്പുണ്ട് അല്ലേ? അതൊക്കെ ഒരു ആക്ച്വലി ഇവിടുന്ന് നമ്മൾ ബാംഗ്ലൂർക്ക് വിടും, അല്ലെ ചെന്നൈക്ക് വിടും. പക്ഷേ ഈ സാധനം മുഴുവൻ കയറി പോകാൻ പോകുന്നത് എറണാകുളത്തോട്ടാണ്. ആണല്ലേ? അതെ, ശരി. എന്ന് വെച്ചാൽ ഒരാൾ ഇപ്പം തന്നെ ചോദിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് എറണാകുളത്ത് 3-4 സൂപ്പർ മാർക്കറ്റ്സിൽ കൊടുക്കുന്ന ഒരാൾ. അപ്പം നമ്മൾ ആ ഒരാൾക്ക് കയറ്റി വിടും. ഞങ്ങളുടേതായ തന്നെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയുണ്ട്, ലൈഫ് എക്സോട്ടിക്സ് എന്ന് പറഞ്ഞാൽ. അവർ വഴി എറണാകുളത്ത് ഈ പാർട്ടിക്ക് കൊടുത്തിട്ട് എറണാകുളത്ത് തന്നെ ആയിരിക്കും മിക്കവാറും. ഇത് ഇച്ചിരി കുറച്ചുള്ളതുകൊണ്ട് നമുക്കിപ്പം 3, 4, 5 ടണ്ണ് 8 ടണ്ണൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ മാർക്കറ്റ്സ് വൈഡനാക്കി ചിലപ്പം ചെന്നൈയിലോ ബാംഗ്ലൂർക്ക് പോകും. ഇപ്പം നിലവിലുള്ള ഈ വർഷത്തെ ക്രോപ്പ് നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്ത് കൊടുക്കാൻ പോലെ ക്രോപ്പ് തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വേറെ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ തമിഴ്നാട്ടിൽ വരുന്നത് ഇത് ഡിസംബറിലാണ്. ഈ സമയം നോക്കിക്കഴിഞ്ഞാൽ ഫ്രൂട്ട് വിപണിയിൽ പോയി കഴിഞ്ഞാൽ വേറെ ഒരു ഫ്രൂട്ടും ഇല്ല. ശരി. കോൾഡ് സ്റ്റോറേജ് വെച്ച ഫ്രൂട്ട് മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് കോൾഡ് സ്റ്റോറേജ് വെച്ച ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. ഫ്രഷ് ഫ്രൂട്ട്സ് വളരെ കുറവാണ്. ഇപ്പം നമുക്കിപ്പോൾ ആപ്പിൾ, ഓറഞ്ച് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ കിട്ടാറുള്ളൂ. അതെല്ലാം കോൾഡ് സ്റ്റോറേജ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ സമയം ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഈ നാട്ടിൽ സാധാരണ ഇത് കായ്ക്കുന്ന സമയം എപ്പോഴാണ്? നാട്ടിൽ മിക്കവാറും മെയ് ജൂൺ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ 6 മാസം നേരത്തെയാണ്, ഈ സമയത്താണ്. ഇവിടെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ജൂൺ ജൂലൈയിലെ മഴ ഇവിടെ തമിഴ്നാട്ടിലില്ല. അപ്പം ആ സമയത്താണ് ഈ ചെടി പൂക്കാൻ തുടങ്ങുന്നത്. എന്നിട്ട് ഡിസംബർ ആകുമ്പോൾ കഴിക്കും. അതും ഒരു അഡ്വാൻറ്റേജ് ആട്ടോ, വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്കണോമിക്സ്. അത് പ്രഷറുടെ അറിവിലേക്ക് പറയുന്നു. നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾക്കത് പറ്റുമോ, വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അവനോട് പഠിക്കുക, അല്ലെ? പഠിച്ചത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് ഇതുവരെ ഒരു കഴിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഇത് നമുക്ക് നോക്കിയാലോ എവിടെയെങ്കിലും ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് ഇത് ചെയ്യാം. ലോങ്ങിന് പഴുക്കുന്ന സമയം ആകുന്നതേ ഉള്ളൂ, എങ്കിലും ഒരുമാതിരി മൂത്തതെന്ന് തോന്നിയത് ഒന്ന് പൊട്ടിച്ച് നോക്കുവാണ്. എങ്ങനെ ഇരിക്കും? കഴിച്ചോ. താങ്ക് യു. മധുരമായി തുടങ്ങി. അതെ, 1 മാസം കൂടെ കഴിഞ്ഞാൽ അത് ഹാർവെസ്റ്റ് സമയമാവും. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ മധുരം നോക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ആണോ? അപ്പോൾ നമ്മുടെ അതിനകത്ത് കറക്റ്റ് ബ്രിക്സ് ആകുമ്പോൾ, ബ്രിക്സ് എന്നാണ് അതിൻ്റെ പേര്, ബ്രിക്സ് മീറ്റർ എന്നാണ്. ആ കറക്റ്റ് മധുരം ആകുമ്പോഴാണ് നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമെന്ന് അറിഞ്ഞിട്ട് അന്നേരമാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. എല്ലാം ശാസ്ത്രീയമായിട്ടാണ്. വെള്ളം കൊടുക്കുന്നത് ടെൻഷോമീറ്റർ വെച്ച്, ഹാർവെസ്റ്റ് ചെയ്യുന്നത് ബ്രിക്സ് ആയോ എന്ന് ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. അതെ. ഇതുണ്ടോ, ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവർ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് സ്വന്തമായി ഹാർവെസ്റ്റ് ചെയ്ത് നേരെ വിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് ഇവിടെ ഇരുന്ന് കണ്ടപ്പം നിങ്ങളൊന്ന് കാണിക്കുവാണ്. ഒന്ന് പറയാമോ അത്? അതായത് നമ്മളിത് ഗ്രേപ്സിൻ്റെ പാക്കറ്റാണിത്. ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് 2.5 കിലോ ആണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കമ്പനി ഉണ്ട്, ലൈഫ് എക്സോട്ടിക്സ് എന്ന് പറഞ്ഞാൽ. ആ ലൈഫ് എക്സോട്ടിക്സിൻ്റെ ബ്രാൻഡിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഈ വാട്സാപ്പ് മാർക്കറ്റിങ്ങിനൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ പ്രീ സെല് ചെയ്ത്, അതായത് നമ്മുടെ വാട്സാപ്പിൽ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ കൂടെ നമ്മൾ സാധനം ഇടും, പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഓർഡർ തരും. ഓർഡർ തന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളത്
ഓർഡർ എടുത്ത് വെച്ചിട്ട് ഹാർവെസ്റ്റ് ചെയ്യും ആദ്യം ആരോ ഓർഡർ ചെയ്യുന്നത് അവർക്ക് അതനുസരിച്ച് ആദ്യം കൊടുക്കും. നമുക്കത് ഡെലിവറി ചെയ്ത് വീട്ടിൽ ഡെലിവറി ഇപ്പം കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഹോം ഡെലിവറി ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഇപ്പം പാക്കിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ ഒരു കസ്റ്റമർ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം പാക്കിംഗ് എല്ലാം നോക്കുന്നത്. അപ്പോൾ അത് നല്ല ഇമ്പ്രസീവ് ആയിരിക്കണം. അപ്പോൾ കൃഷിക്കാർ ശ്രദ്ധിക്കുക, നമ്മൾ കൃഷി ചെയ്ത് സാധനം ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല അത് വിളവെടുക്കുന്നതിലും ഒപ്പം വിൽക്കുന്നതിലും ഒക്കെ നമ്മൾ അല്പം കൂടി പ്രൊഫഷണൽ ആകാനുണ്ട്. അതിനൊക്കെയുള്ള ചെറിയ ചെറിയ മാതൃകകളാണ് ഇത്. ഇപ്പം ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമർക്ക് ഓരോ ഇൻഡിവിജ്വൽ ഫാർമർക്കും അത് ചെയ്യാൻ പറ്റില്ലെങ്കിലും ചിലപ്പോൾ കളക്റ്റീവായിട്ടോ അല്ലേ ചെയ്യാൻ പറ്റും. അപ്പം ചെറുകിട കർഷകർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. എനിക്കൊന്ന് ഈവൻ തായ്ലൻഡിലും മലേഷ്യയിലും ഒക്കെ അവരങ്ങനെയല്ലേ ചെയ്യുന്നത്, എല്ലാം അവരങ്ങനെ ചെയ്യുന്നത്. കേരളത്തിൽ എന്തുകൊണ്ടോ ഇപ്പോഴും ആ ഒരു കൾച്ചറിലേക്ക് ഇനി ആകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ.